നേതാക്കൾ തമ്മിൽ അടി, കൂട്ടത്തല്ല്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് ഓർമ്മ വരുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. ഇപ്പോൾ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയാണ് KSU പരിശീലന ക്യാമ്പിൽ നടന്നതും. KSU സംസ്ഥാന ക്യാമ്പിനിടെ അംഗങ്ങളുടെ കൂട്ടത്തല്ല്, നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. KSU തെക്കൻ മേഖലാ ക്യാമ്പിലാണ് തമ്മിലടി ഉണ്ടായത്. KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ KSU പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റായ സുജിത്തിന് ഗുരുതര പരുക്കേറ്റിട്ടുണ്ട്. നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റായ അഭിജിത്തിനും പരുക്കേറ്റിരുന്നു. ഇരുവരും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാത്രി മദ്യപിച്ചാണ് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയതെന്നാണ് വിവരം ലഭിക്കുന്നത്. നേതാക്കൾ ലഹരിയിൽ ബോധമില്ലാതെയാണ് ഇത്തരമൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. KSU നേതാക്കൾക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും അവർ തിരുവനന്തപുരത്തെ 2 പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയതും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരികയും ചെയ്തതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. മാത്രമല്ല, KSU നേതാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ KSUവിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് ഒരു കാരണവശാലും ഈ സംഭവം തള്ളിക്കളയാനാകില്ല. മാത്രമല്ല, KSUവിന്റെ ക്യാമ്പ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം KPCC നേതൃത്വം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചതിന്റെ തുടർച്ചയായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്യാമ്പ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. നെയ്യാറിൽ നടക്കുന്ന തെക്കൻ മേഖലാ ക്യാമ്പാണ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. ഇന്നാണ് ക്യാമ്പിന്റെ അവസാന ദിവസം. ക്യാമ്പ് നിർത്തിവെച്ചാൽ പ്രമേയവും അവതരിപ്പിക്കില്ല. അതേസമയം ഈ സംഘർഷത്തിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകളും പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു കൂട്ടത്തല്ല് ഉണ്ടായത്. ക്യാമ്പിനുള്ളിലേക്ക് മദ്യം എത്തിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. സംഘർഷത്തിൽ നെടുമങ്ങാട് KSU ബ്ലോക്ക് പ്രസിഡന്റിനാണ് പരുക്കേറ്റിരിക്കുന്നത്. അതേസമയം KSU സംഘർഷം അന്വേഷിക്കാൻ 3 അംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് KPCC നേതൃത്വം. KPCC ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു, MM നസീർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ AK ശശി എന്നിവരെയാണ് അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അന്വേഷണ റിപ്പോർട്ട് KPCC പ്രസിഡന്റിന് കൈമാറണമെന്നുൾപ്പെടെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ KSU എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കും കോൺഗ്രസ് പാർട്ടിക്കും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാണക്കേടാണ് KSU നേതാക്കൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നാളത്തെ രാഷ്ട്രീയം നയിക്കേണ്ട യുവ നേതാക്കളാണ് ഇങ്ങനെയൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് നെയ്യാർ ഡാം പോലീസിൽ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ചെറിയ വാക്കുതർക്കമാണ് നടന്നതെന്നും സംഘർഷത്തിലേക്ക് പോയിട്ടില്ലെന്നുമാണ് നേതാക്കൾ ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത്. അതിനിടെ ക്യാമ്പിന് വേണ്ടി DCC ചുമതലപ്പെടുത്തിയ 4 പേരിൽ ചിലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ക്യാമ്പിലേക്ക് മദ്യം എത്തിക്കാൻ മുൻകൈ എടുത്തതെന്നും കാണിച്ച് ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ KSU ക്യാമ്പിലെ സംഘർഷം നിഷേധിക്കുകയാണ് KSU സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യർ. അടുക്കും ചിട്ടയോടും നടന്ന ഒരു ക്യാമ്പായിരുന്നു അതെന്നും ഔദ്യോഗികമായി ഇങ്ങനെയൊരു ദൃശ്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ദൃശ്യങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്ന് അറിയില്ല എന്നുമാണ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കിയത്.